നമസ്കാരം. മുതിർന്ന പാർലമെന്റ് അംഗവും മജ്ലിസ് പാർട്ടിയുടെ എംപിയുമായ അസദുദ്ദീൻ ഒവൈസിയെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് മുമ്പാകെയാണ് മുതിർന്ന അഭിഭാഷകനായ ഹരി ശങ്കർ ജെയിൻ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടയിൽ ഒവൈസി വിവാദപരവും പ്രകോപനപരവുമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജയ് പലസ്തീൻ മുദ്രാവാക്യം ഉയർത്തി എന്നാണ് അഭിഭാഷകൻ പരാതിയിൽ പറയുന്നത്. ജയ് പലസ്തീൻ മുദ്രാവാക്യത്തെ തുടർന്ന് അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് വിളിച്ചതായി കൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഒവൈസിയുടെ പലസ്തീൻ മുദ്രാവാക്യം അത് രാജ്യത്തുടനീളം പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒരു പാർലമെന്റ് അംഗത്തിന് അനുയോജ്യമല്ല എന്നും അത് ഇന്ത്യയുടെ പരമാധികാരത്തെയും മതേതര ഘടനയും ഇല്ലാതാക്കുമെന്നുമാണ് അഭിഭാഷകൻ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം പാർലമെന്റിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സത്യവാചകത്തിനൊപ്പം എംപിമാർ ഉപയോഗിച്ച വിവാദ മുദ്രാവാക്യങ്ങളും പരാമർശങ്ങളും ലോക്സഭാ രേഖകളിൽ നിന്നും പ്രോടൈം സ്പീക്കർ നീക്കിയിട്ടുണ്ടായിരുന്നു. പലസ്തീനു വേണ്ടി മുദ്രാവാക്യം വിളിച്ചതിൽ എന്താണ് തെറ്റ് എന്നായിരുന്നു സഭയ്ക്ക് പുറത്തിറങ്ങിയ ശേഷം ഒവൈസി മാധ്യമങ്ങളോട് ഉൾപ്പെടെ ചോദിച്ചത്. പലസ്തീനുമായി ഇന്ത്യക്ക് ശത്രുതയില്ല എന്നും പക്ഷേ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ മറ്റൊരു രാജ്യത്തെ പ്രകീർത്തിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്നത് ഉചിതമാണോ എന്നുമായിരുന്നു പാർലമെന്ററി കാര്യ മന്ത്രിയായ കിരൺ റിജിജു ചോദിച്ചത്. നിലവിൽ എന്തായാലും ഒവൈസിക്ക് കുരുക്ക് വീഴും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു എംപി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം ലോക്സഭയിൽ വിളിച്ചു എന്ന തരത്തിലുള്ള നിരവധി റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധ നേടുന്നുണ്ട്. അതിനിടയിലാണ് ഈ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്നും നിർണായകമായ നീക്കമുണ്ടായിരിക്കുന്നത്. പരാതി പരിശോധിച്ച ശേഷം അതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഒവൈസിക്ക് അദ്ദേഹത്തിന്റെ എംപി സ്ഥാനം തന്നെ നഷ്ടമായേക്കും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.